നമുക്ക് വെറുതെ ഒരു ഡ്രൈവ് പോവാം. ഞാൻ ജസ്റ്റ് വഴിയൊക്കെ ഒന്ന് കാണിച്ചു തരാം. നിങ്ങൾ ഹായ് ഹലോ, ഡ്രൈവ് വിത്ത് മീ സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പേര് പോലെ തന്നെ കുറച്ച് ഡ്രൈവിംഗ് കാഴ്ചകൾ, അതാണ് ഞാൻ ഈ സീരീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഇവിടുത്തെ സ്ഥലങ്ങളിലൂടെയുള്ള ചെറിയ ചെറിയ ഡ്രൈവ്സ് നിങ്ങൾക്ക് കാണിച്ചു തരാനുള്ള ഒരു അറ്റംപ്റ്റ്. ഒട്ടുമിക്ക എല്ലാ ദിവസങ്ങളിലും ഞാൻ ഡ്രൈവ് ചെയ്യുന്ന ഒരു റൂട്ടിലൂടെയാണ് ഇപ്പം ഞാൻ ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് സ്ഥലം കാലിഫോർണിയയുടെ ക്യാപിറ്റൽ സാക്രമെന്റോ. ആ സിറ്റിയിലെ ഒരു ചെറിയൊരു ഗ്രാമപ്രദേശം എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. സത്യം പറഞ്ഞാൽ ഇവിടുത്തെ ഡ്രൈവിംഗ് അത് നമ്മളെ നാടിനെ വെച്ചിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ അതൊരു വേറെ തന്നെ എക്സ്പീരിയൻസ് ആണ്. പൊതുവെ ഇവിടുത്തെ റോഡ്സും ട്രാഫിക്കും എല്ലാം ഭയങ്കര സ്മൂത്തും ഡിസിപ്ലിൻഡും ആണ്. ഞാനിപ്പം ഇവിടെ വണ്ടി ഓടിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു വർഷമായി. അപ്പോൾ ആ ഒരു അനുഭവത്തിന്റെ വെളിച്ചത്ത് പറയാണ്, ക്ഷമ അത് നന്നായിട്ട് വേണം നമുക്കിവിടെ വണ്ടി ഓടിച്ചു പോവാൻ. ഞാൻ സീരിയസ് ആയിട്ട് പറയുന്നതാണ്, തമാശയല്ല. അപ്പം നമുക്ക് ഇവിടെ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ പൊതുവെ നമുക്ക് ഫോളോ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളെ പറ്റി പറഞ്ഞു പോവാം. അപ്പം മെയിനായിട്ട് നമുക്ക് കുറേ സ്പീഡ് ലിമിറ്റ് ബോർഡ്സ് ആണ് റോഡിൻ്റെ സൈഡുകളിൽ നമുക്ക് കാണാൻ പറ്റുക. അപ്പം നോർമലി ഒരു 30 അല്ലെങ്കിൽ 40-45 മൈൽസ് പെർ അവർ ആണ് സിറ്റി റോഡ്സിലെ സ്പീഡ് ലിമിറ്റ്സ്. ഇതൊരു ബിഗ്ഗർ സ്ട്രെച്ച് ആയിട്ടുള്ള സിറ്റി ആണെങ്കിൽ 55 മൈൽസ് പെർ അവർ വരെ ഉണ്ടാവും. അതിന് മുകളിലോട്ടോ അല്ലെങ്കിൽ അതിന് ഭയങ്കരമായിട്ട് താഴത്തോട്ടോ സ്പീഡിൽ നമുക്ക് അവിടെ വണ്ടി ഓടിക്കാൻ പാടില്ല. കാരണം അവിടെ ക്രാഷസ് ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കൂടുതലായിരിക്കും. അപ്പോൾ വി ഹാവ് ടു കീപ് ദ സ്പീഡ് ലിമിറ്റ്. പിന്നെ സിഗ്നൽസ് അതും ഭയങ്കരമായിട്ട് ഓർഗനൈസ്ഡ് ആണ്. നമുക്ക് സിഗ്നൽസ് വരുന്നുണ്ടെങ്കിൽ ഒരു സിഗ്നൽ ഹെഡ് ബോർഡ് നമുക്ക് കാണാൻ പറ്റും. അതൊന്നെങ്കിൽ റോഡിൽ താഴെ എഴുതിയിട്ടുണ്ടാവും അല്ലെങ്കിൽ സൈഡിൽ കാണാം. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ എത്തുന്നതിന് മുന്നേ വണ്ടി സ്ലോ ഡൗൺ ചെയ്യാനുള്ള ആ ഒരു സമയം കിട്ടുകയും ചെയ്യും. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് സ്റ്റോപ്പ് സൈൻസ് ആണ്. ഈ സ്റ്റോപ്പ് സൈൻസ് മെയിനായിട്ട് കാണുന്നത് പ്രൈവറ്റ് റോഡ്സ്, അതുപോലെ തന്നെ റെസിഡൻഷ്യൽ ഏരിയാസ്, ഹൈവേയിലേക്ക് ജോയിൻ ചെയ്യുന്ന ചെറിയ ചെറിയ റോഡ്സ്, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലെ ഇന്റർസെക്ഷൻസിലാണ് ഉണ്ടാവുക. അപ്പൊ എവിടെയൊക്കെ ഈ റെഡ് സ്റ്റോപ്പ് ബോർഡ് കാണുന്നു, നമ്മളെ കാറ് അവിടെ നിർത്തിയിട്ട് വേണം പിന്നെ പോവാൻ. അതായത് ഒരു 3 സെക്കൻഡ്സ് സ്റ്റോപ്പ് ചെയ്തിട്ട് നമ്മൾ മുന്നോട്ട് പോകാൻ പാടുള്ളൂ. ഇനിയിപ്പോൾ ജംഗ്ഷൻസിൽ വേറെ കാർസ് ഉണ്ടെങ്കിൽ ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് എന്ന രീതിയിലാണ് നമ്മൾ കാർ എടുത്തിട്ട് പോവുക. ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു ട്രാഫിക് കൺട്രോളർ ആണ് കേട്ടോ. കാരണം ഇപ്പം നമ്മളെ നാട്ടിലൊക്കെ ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ എന്ന് പറയുന്നത് ഇപ്പം ഒരു ജംഗ്ഷനിൽ എത്തുമ്പോൾ ഞാൻ പോണോ നീ പോണോ എന്നുള്ള ആ ഒരു ഇതാണ്. അപ്പം ആ ഒരു കൺഫ്യൂഷൻ ഇല്ലാതെ ഡ്രൈവിങ്ങിൽ ഭയങ്കര ആശ്വാസമായിട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണിത്. പിന്നെ എടുത്തു പറയാനുള്ളത്, നമ്മളിപ്പം നേരത്തെ കണ്ട പോലെ ടേണിങ് ലെയിൻസ് ആണ്. അപ്പം എല്ലാ സൈഡ് വേസും നമ്മൾ നല്ല ക്ലിയർ ആയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ടാവും. ഇപ്പം നമുക്ക് ലെഫ്റ്റിലേക്കാണോ റൈറ്റിലേക്കാണോ പോകേണ്ടത്, നമ്മൾ ആ ലൈനിലേക്ക് പോവാം. സോ ആ ഒരു ഓൺഗോയിങ് ട്രാഫിക് സ്മൂത്ത് ആയിട്ട് പോയിക്കോളും. അപ്പോൾ ഇതുകൊണ്ടൊക്കെ തന്നെ ഇവിടുത്തെ ഡ്രൈവിംഗ് കൾച്ചർ നല്ല റിലാക്സ്ഡ് ആയിട്ടാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. പിന്നെ ഒട്ടുമിക്ക ആൾക്കാരും ഇവിടെ റൂൾസ് റെസ്പെക്ട് ചെയ്യുന്ന കൂട്ടത്തിലാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ക്രോസ് വാക്സ്, അതായത് നമ്മുടെ നാട്ടിലെ സീബ്ര ലൈൻ, അപ്പം അതിലൂടെ ആൾക്കാർ നടക്കുകയാണെങ്കിൽ കാർസ് അവിടെ നിർത്തി അവർ നടന്നു പോയതിന് ശേഷം മാത്രമേ പിന്നെ സ്റ്റാർട്ട് ചെയ്ത് പോവുള്ളൂ. നാട്ടിൽ നിന്ന് ഓപ്പോസിറ്റ് ആയിട്ട് അല്ലെങ്കിൽ നാട്ടിൽ വളരെയധികം നാട്ടിലുണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോകുന്ന വേറൊരു കാര്യം തോന്നിയത് റോഡിലൂടെ നടക്കുന്ന ആൾക്കാരോടുള്ള ആ ഒരു റെസ്പെക്റ്റ് ആണ്. സത്യം പറഞ്ഞാൽ റോഡിൽ ആൾക്കാർ ഇവിടെ രാജാക്കന്മാരാണ്. അപ്പൊ അത് ക്രോസ് ബോക്സിലെ ആൾക്കാരാവട്ടെ അല്ലെങ്കിൽ റോഡിലൂടെ നടന്നു പോകുന്നവരാവട്ടെ, അവരെ സേഫ്റ്റി അതാണ് ഇവിടെ പ്രയോറിറ്റി. പിന്നെ ഹോങ്കിങ് ഇവിടെ വളരെ റെയറാണ്. അത് നമുക്കറിയാമല്ലോ. പൊതുവെ എവിടെയെങ്കിലും ഒരു ഓണടി കേട്ട് കഴിഞ്ഞാൽ എന്തോ ഒരു വലിയ അബദ്ധം ആരോ റോഡിൽ കാണിച്ചെന്ന് മാത്രമാണ് എല്ലാവരുടെയും എക്സ്പെക്റ്റേഷൻ. അപ്പം നമുക്ക് അത്രയും വേറെ അൺനെസസറി ആയിട്ടുള്ള ഒച്ചപ്പാടും ബഹളവും ഒന്നും റോഡിൽ കേൾക്കൂല. പിന്നെ വേറൊരു കാര്യം പറയുകയാണെങ്കിൽ ഈ റൂട്ട്സിൽ പബ്ലിക് ട്രാൻസ്പോർട്ട് തീരെയില്ല.
അപ്പൊ ഇങ്ങനത്തെ ഈ ഒരു സബർബൻ ഏരിയാസിൽ നമുക്ക് എല്ലാവർക്കും അവരവരുടെ കാസിനെ തന്നെ ഡിപ്പെൻഡ് ചെയ്ത് പോകണം. അപ്പൊ അതുകൊണ്ട് തന്നെ ഡ്രൈവിംഗ് എന്ന് പറയുന്നത് ഇവിടെ ഒരു നെസസിറ്റിയാണ്, ഇറ്റ് ഈസ് നോട്ട് എ ലക്ഷറി. അപ്പം അതിപ്പോൾ ഗ്രോസറി ഷോപ്പിങ്ങോ സ്കൂൾ ഡ്രോപ്പ് ഓഫോ ഓഫീസ് കമ്മ്യൂട്ടോ ഇതിനെല്ലാം നമ്മൾ ഈ കാറിൽ തന്നെ പോകേണ്ടി വരും. അപ്പം ഇതൊക്കെയാണ് ഇവിടുത്തെ ഡ്രൈവിംഗ് വിശേഷങ്ങൾ. ഇവിടുത്തെ റോഡ്സും റോഡിലൂടെ പോകുമ്പോഴുള്ള ഈ കാഴ്ചകളൊക്കെ എപ്പോഴും നമുക്കൊരു റിഫ്രഷ് ആയ പോലെ തോന്നും. കൂടെ പിന്നെ നല്ല മ്യൂസിക് കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയല്ലേ. അപ്പോൾ നമ്മൾ ഏകദേശം ഡെസ്റ്റിനേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. സോ ലെറ്റ് us wind up the വീഡിയോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കാം. അപ്പോൾ നന്ദി, നമസ്കാരം. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ, ബൈ ബൈ. ഉണ്ടായി ഡ്രൈവ് ഇഷ്ടപ്പെട്ടോ? ഇങ്ങനത്തെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഞാൻ ഇവിടെ കുറേ നല്ല നല്ല സ്ഥലങ്ങളുണ്ട്. അപ്പം നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പം എങ്ങനെയെങ്കിലും ഇതിങ്ങനെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാൻ തോന്നും. അപ്പം അങ്ങനെയാണ് ഞാൻ വെറുതെ ഒന്ന് ട്രൈ ചെയ്യണത്. ഇങ്ങനത്തെ സ്ഥലങ്ങൾ കാണാൻ ഇഷ്ടമാണെങ്കിൽ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെടുവാണെങ്കിൽ ഞാൻ ഇനിയും പോകുന്ന സ്ഥലങ്ങൾ ഒപ്പിയെടുത്ത് കാണിക്കാം. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.